ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റപാടെ തന്നെ ജനലൊക്കെ തുറന്ന് കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ മണി പ്ലാന്റിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അധിക സമയം ജനലൊന്നും തുറന്നിട്ടിട്ടുണ്ടായിരുന്നില്ല. മിക്കവാറും ദിവസം നമ്മൾ തലേ ദിവസം തന്നെ കറിയൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇന്നലെ വാവ നല്ല അലമ്പായതുകൊണ്ട് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ എണീറ്റപാടെ തന്നെ കറിയൊക്കെ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അതുപോലെ വാവ തലേദിവസം നല്ല ലേറ്റായിട്ടാട്ടോ ഉറങ്ങിയത്. പക്ഷേ എന്തോ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോൾ മുതൽ തന്നെ കരച്ചിലും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പോലും കയറാതെ ആളുടെ കൂടെ ഇരിപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കിച്ചണിൻ്റെ പണികളൊക്കെ തീർത്ത് റൂമിലോട്ട് പോകണം. പിന്നെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ കിച്ചണിൽ ഭയങ്കര പാടാണ് കേട്ടോ. നിൽക്കാൻ ജോലി ചെയ്യാനൊക്കെ നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ നിപ്പിന്ന് പണികളൊന്നും തീർക്കില്ല. കുറച്ച് സമയം കിച്ചണിൽ നിൽക്കും, പിന്നെ റൂമിലോട്ട് പോകും. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തലേ ദിവസം കറി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ടെൻഷൻ അടിക്കണ്ട. ഇതിപ്പോൾ 8 മണിയാകുമ്പോൾ ഇക്കാക്ക് പോകണം കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കുക്കറിലിട്ട് വഴറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ചിക്കൻ ഇതുപോലെ കുക്കറിൽ വഴറ്റി ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ. മിക്കവാറും ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വിസിലടുപ്പിക്കാറാണ് ഇപ്പോൾ പതിവ്. അങ്ങനെ തന്നെ നമ്മൾ സവോളയുടെയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളെല്ലാം വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കുക്കറിൽ എന്തോ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയം. അങ്ങനെ ഇതാ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിയെല്ലാം മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലൊരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ചില സമയം ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ തക്കാളി ചേർക്കാറുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രേവി ഒരുപാട് വേണം കേട്ടോ. എനിക്കും വേണം, ഇക്കാക്കും വേണം. സോ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് 6 വിസിലടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇക്കാക്ക് 8 മണിക്ക് പോകുന്നതുകൊണ്ട് ഇക്കാൻ്റെ കൂടെ തന്നെ ഇരുന്നായിക്കോട്ടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറും മിക്കവാറും. അങ്ങനെ ഇതാ നമ്മൾ പുട്ടായിരുന്നു ചിക്കൻ കറിയുടെ കൂടെ ഉണ്ടാക്കിയത്. പിന്നെ കടിഞ്ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടിഞ്ചായയും പുട്ടും ചിക്കൻ കറിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. കൂടെ വാവയ്ക്കും കൊടുക്കുന്നുണ്ട്. ആളിന് കുറച്ചൊക്കെ പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടൊക്കെ കഴിച്ചതിന് ശേഷം മിക്ക ജോലിക്ക് പോയി. അതിനുശേഷം എന്താ കുറച്ച് തുണിയൊക്കെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് വിരിക്കണം. അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എൻ്റെയും മിക്കയുടെയും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ആകെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ. അതിനുശേഷം എന്താ ഉച്ചക്കത്തെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങി. നമ്മൾ ഉച്ചക്ക് കുറച്ച് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വന്നപ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ റൂമിൽ നിന്നാട്ടോ അരിഞ്ഞതും കാര്യങ്ങളൊക്കെ. പിന്നെ അതാ നമ്മൾ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള മീൻ കറിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അതായത് നമ്മൾ ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോള അല്ലെങ്കിൽ ചുമന്നുള്ളി പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതെല്ലാം വഴറ്റി ഒരു ബ്രൗൺ നിറമായതിനു ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഇനി ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ ഒരു 3/4 കിലോ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മോദി എന്ന് പേരുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി കട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയായിരിക്കും. അങ്ങനെ അതാ നമ്മൾ 4 ടീസ്പൂൺ നമ്മളുടെ മല്ലിപ്പൊടിയും കൂടിയൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴും പറയുന്ന പോലെ തന്നെ പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നല്ലപോലെ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സാധാ മുളക് കറി വെക്കുന്ന പോലെ തന്നെ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന പരുവാകണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവി ആയിട്ട് മീനൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകിയ ഗ്രേവിയാണ്. അധികം വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് തേങ്ങയും കൂടി അരച്ച് ചേർക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അങ്ങനെ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മീൻകറിയൊക്കെ. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കാരണം നമ്മൾ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ ഒരു പിടി തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങ അരച്ച ചാറിലോട്ട് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മീൻ പൊടിഞ്ഞു പോകാതെ നോക്കണം. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ മീനൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ടാവും. ഇനിതാ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മതിയാവും. നമ്മൾ മീൻകറി സെറ്റായിരിക്കും. അങ്ങനെ ഇതാ ഒരു 5 മിനിറ്റ് തന്നെ നോക്കുമ്പോൾ ഇതാ നമ്മൾ മീൻകറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് താളിക്കൊന്നും വേണ്ട. ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ താളിച്ചാണ് കറി ഉണ്ടാക്കിയത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന സെയിം ടേസ്റ്റാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ടൈപ്പ് മീൻകറിയാണ് കേട്ടോ. നമ്മൾ മുളക് കറീനെക്കാട്ടിയും എല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മീൻകറി. ഇനി നമുക്ക് കുറച്ച് മീൻ പൊരിക്കുകയും കൂടി ചെയ്യാം. അങ്ങനെ ഇതാ അതുപോലെ പൊരിക്കാനും കുറച്ച് കൂടുതൽ മീൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ നോർമൽ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും വിനാഗിരിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് സവോളയും എടുത്തിട്ടുണ്ടായിരുന്നു. ആണിതാ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. മീനൊക്കെ നല്ല സോഫ്റ്റ് മീനായിരുന്നു. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങനീര് ഒഴിക്കുമ്പോൾ മീൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ ഈ ഒരു രീതിയിൽ മീൻ കറി വെക്കുന്നതും വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇക്കാക്കും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ നമ്മൾ മിക്കവാറും പൊതിച്ചോറൊക്കെ മേടിക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് ഗ്രേവി ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടാറ്.
അങ്ങനെ ആദ്യം തന്നെ വാവയ്ക്കൊക്കെ ചോറ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഐസ്ക്രീം കുറച്ചും കൂടി മിച്ചം ഉണ്ടായിരുന്നു, അങ്ങനെ അതും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഇക്കാക്ക് ഇതാ അപ്പോൾ അതേപോലെ കാ പൊരിച്ചേരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ നീളത്തിലായിരുന്നു കേട്ടോ പൊരിക്കുന്നത്. അപ്പോൾ വട്ടത്തിൽ അരിയുമ്പോൾ ചെറുതായിട്ട് ചൊങ്ങി പോകാറുണ്ട്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ നമ്മൾ 2 കായ എടുത്താണ് കേട്ടോ പൊരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പൊരിച്ച ഉടനെ തന്നെ കഴിക്കുമ്പോൾ. സാധാരണ പൊരിക്കുന്ന ടൈമിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി കലക്കി ഒഴിക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് വാവയ്ക്ക് വേണ്ടി ABCDയുടെ സ്റ്റെൻസിലും അതുപോലെ തന്നെ ചെറിയൊരു ബുക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം, നല്ല അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റിയുമാണ്, പെട്ടെന്നൊന്നും നശിപ്പിക്കാൻ പറ്റിയ ഐറ്റമേ അല്ല. ഇതുവാണെങ്കിലും നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് അങ്ങനെ കീറിക്കളയാനോ ഒന്നും പറ്റില്ല, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണ്. എന്നാൽ വലിയ റേറ്റും ഒന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ, ഓപ്പൺ ചെയ്യുമ്പോൾ ആൽഫബറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഫോട്ടോ ഉൾപ്പെടെ ഉണ്ട്. കീറി കളയാനൊന്നും പറ്റില്ല കേട്ടോ, അത്രയും നല്ലൊരു മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. വലിയ റേറ്റും ഇല്ല. ഇത് നമ്മൾ ഷീൻ വഴി ഓൺലൈൻ വഴി മേടിച്ചതാണ് കേട്ടോ. അവയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കൂടാതെ ആൾക്ക് കുറച്ച് ടോയ്സും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.